ആര്യ, ഇത് നോക്കൂ, ഈ ഒരു ആവലാതിക്കാരി ആ പെൺകുട്ടി ഒരു പരാതി, അവൾക്കുണ്ടായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ദൈന്യത, അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഒരു ആഭ്യന്തര വകുപ്പാണ്, അഭയമാണ്, ഒരു സ്റ്റേറ്റിലെ ഉത്തരവാദിത്വം പരമപ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു പരാതി നൽകിയത് അതിൻ്റെ ടൈമിങ് ഇങ്ങനെയാണോ, ഇപ്പോഴാണോ, CPM-ന്റെ ഇരയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇരയെ പരമാവധി ഒരു വേട്ടക്കാരൻ്റെ ആ ഒരു ശരീരഭാഷയിൽ സംസാരിക്കുന്ന ഒരു UDF കൺവീനറാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് സ്വയം കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വിഭാഗം ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്, എവിടെയാണ് പരാതിക്കാരിയുള്ളത്, എവിടെയാണ് പരാതിയുള്ളത്, നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നു, നിങ്ങൾ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ പരാതിക്കാരി എവിടെ, പരാതി എവിടെ എന്നാണ് ഇന്നലെ വരെ ചോദിച്ചത്. ആ പെൺകുട്ടി പോയി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ചോദ്യം എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ ഇത്രയും വൈകി എന്നുള്ളതാണ്. നാളെ അത് മാറി ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ സ്വഭാവഹത്യ അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷനിലേക്ക് പോകുമായിരിക്കും. അത് ഒരു പരിധിവരെ പോയിട്ടുണ്ട്, വിവാഹിതയാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ വിവാഹിതയാണോ വിവാഹിതയല്ലോ എന്നുള്ളതല്ല ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന അധികാരത്തിൽ ഇരുന്നു കൊണ്ടോ അല്ലാതെയോ നടത്തിയിരിക്കുന്ന പ്രലോഭനവും അത് കഴിഞ്ഞുള്ള ക്രിമിനൽ കുറ്റവുമാണ്. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് ശരിക്കും കേരളത്തിൽ എന്താണ് ശരിക്കും ചർച്ചയാകേണ്ടത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രകടന പത്രിക ഒരു ഭാഗത്ത് കൊച്ചിയിൽ VD സതീശനും അതോടൊപ്പം KPCC അധ്യക്ഷനുമൊക്കെ പുറത്തിറക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ പരാതി വീണ്ടും ഉയർന്നു വന്നത്. അപ്പോൾ അതിന് പോലും മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. സംസാരിക്കേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കേണ്ടി വരികയാണ്. എന്തിനാണ് പ്രതിരോധിക്കേണ്ടി വരുന്നത് എന്ന കാര്യം പക്വതയോട് സമീപിച്ചു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഈ UDF കൺവീനറുടെ സംഭാഷണങ്ങൾ ഓൺ ചെയ്യും ബാക്കിയുള്ളവർ. കാരണം എന്തെങ്കിലും ഒന്ന് രാഹുലിന് അനുകൂലമായി കൊണ്ടുവരാനുള്ള സാഹചര്യം നോക്കുന്ന ഈ സോഷ്യൽ മീഡിയ അടക്കം ഒരു പറ്റം ആളുകളുണ്ട്. അപ്പോൾ വളരെ പക്വതയോടെ ഒരു സമീപനം സ്വീകരിക്കാവുന്ന വ്യക്തിയായിരുന്നു UDF-ന്റെ കൺവീനർ. ആ കൺവീനറോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതിൽ ഒരു മനസ്താപവും അങ്ങേക്ക് തോന്നില്ല എന്ന് പറയുമ്പോൾ 101% ഞാൻ പറയുന്നത് ശരിയാണ്. അതായത് ഈ പറയുന്ന പെൺകുട്ടിയെ കരിവാരിത്തിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ പ്രതിസ്ഥാനം നിർത്തി പറയുകയാണ്. അപ്പോൾ പ്രകാശ് പറഞ്ഞത് AI ആണെന്നാണ്. ഇന്നത് ചോദിക്കുമ്പോൾ ഇനി അത് പറയാനില്ല, പക്ഷേ എന്നാലും 101% ഉറപ്പുണ്ട്. ഇന്നതൊരു രാഷ്ട്രീയ ആരോപണമാണ്. CPM-ന്റെ ഭാഗത്ത് എന്നും ഇരയുണ്ടാകുമെന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആരോപണമാകുന്നത്? CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉണ്ടാക്കിയ ആരോപണമാണോ ഇത്? MV ഗോവിന്ദൻ ഉണ്ടാക്കിയ ആരോപണമാണോ? അല്ല, CPM നേതാക്കൾക്ക് മുന്നിലേക്ക് ആ ആരോപണം എത്തിയതാണ്. സ്വാഭാവികമായും അതിൽ പ്രതികരിക്കും. അതൊരു രാഷ്ട്രീയം, അല്ലാതെ അവർ കൊണ്ടുവന്നൊരു ആരോപണമാണ്. അല്ല, അത് നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്തു വെച്ച ക്രിമിനൽ കുറ്റങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അതിൽ അധികാരത്തിലിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന ആളുകൾ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ CPM നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.